Hi Cadets and welcome back to my channel. Cadets, നിങ്ങളും 2026 ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം പാസ്സായ കേഡറ്റാണോ എങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി ലഭിക്കണമെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇന്ത്യൻ ആർമി റാലിയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്ത മാസം മുതൽ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. കേരളത്തിന് പുറത്തും റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് എന്നയുടെ റാലി നടക്കാൻ പോകുന്ന കർണാടകയിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ദൂരം പോയിട്ട് റാലി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങളവർ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങളും ആർമി റാലിയുടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നൊരു കേഡറ്റ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റും തീർച്ചയായും കരുതിയിരിക്കണം. അതോടൊപ്പം ഒറിജിനൽ ഡോക്യുമെൻറ്റും പ്ലസ് ഫോട്ടോ കോപ്പിയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെനിഫിറ്റ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കാരണം കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത്. അടുത്ത മാസം മുതലാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ റാലി സ്റ്റാർട്ടാകാൻ പോകുന്നത്. അതിനുശേഷം പിന്നെയും റാലി വരുന്നതായിരിക്കും. അതായത് 2026 നവംബർ, ഡിസംബർ, പിന്നെ 2027 ജനുവരി, ഫെബ്രുവരി ഈ മാസത്തിലെല്ലാം റാലി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം നേരത്തെ റെഡിയാക്കി വെക്കേണ്ടുന്നത്. നേരത്തെ റെഡിയാക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല. നോക്കൂ കുട്ടികളെ, റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടുപോകേണ്ടത്. ഡോക്യുമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളും പോകരുത് അങ്ങോട്ട്, കേട്ടോ. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് അഡ്മിറ്റ് കാർഡ്, ഓൺലൈൻ അഡ്മിറ്റ് കാർഡ്. എന്നാണോ നിങ്ങളുടെ റാലി ഡേറ്റ്, ആ ഒരു ഡേറ്റിൻ്റെ 5 to 10 days മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റിലും അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ കളറുടെ പ്രിൻ്റ് ഔട്ട് വേണം നിങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ടുന്നത്. നല്ലൊരു കുപ്പി വേണം നിങ്ങൾ കൊണ്ടുപോകേണ്ടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും കൊണ്ടുപോകരുത്. കളറുടെ പ്രിൻ്റ് ഔട്ട് തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ പോയിരിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റേയും 4 ഫോട്ടോ കോപ്പിയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം, കേട്ടോ കുട്ടികളെ. അപ്പോൾ ഫസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡിൻ്റെ ഒറിജിനൽ. അതേപോലെ തന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആ ഒരു കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. സെക്കൻഡാണ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങളുടെ കയ്യിൽ 10th സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണം. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, നിങ്ങൾ +2 ലെവലുള്ള ക്ലർക്കിന് അപ്ലൈ ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ 10th ക്ലാസ്സിൻ്റെയും +2ൻ്റെയും കൊണ്ടുപോയിരിക്കണം. പിന്നെ നിങ്ങൾ GD ട്രേഡിനാണ് അപ്ലൈ ചെയ്ത് 10th ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്കിൽ 10th മാത്രം കൊണ്ടുപോയാലും മതി, ഒരു കുഴപ്പവും വരത്തില്ല. ക്ലിയർ? അപ്പോൾ എന്തായാലും സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊണ്ടുപോകണം. ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ 8th ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്ത കുട്ടികൾ 8th ക്ലാസ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ട്രേഡ്സ്മാൻ അപ്ലൈ ചെയ്ത കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവർ 8th ലെവലിലുള്ള ട്രേഡ്സ്മാൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. നെക്സ്റ്റ് ആണ് ടി സി തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അവസാനമായി നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അവിടെ നിന്ന് ലഭിക്കുന്ന സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. നെക്സ്റ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിൽ സിഗ്നേച്ചർ ചെയ്യേണ്ടത് തഹസിൽദാറാണ് അല്ലെങ്കിൽ DM ആണ്. ക്ലിയർ? വില്ലേജ് പഞ്ചായത്തിൽ നിന്ന്, അതായത് വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല അവിടെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തഹസിൽദാർ അല്ലെങ്കിൽ DM സിഗ്നേച്ചർ ചെയ്ത ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെയാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിലും സൈൻ ചെയ്യേണ്ടത് തഹസിൽദാർ അല്ലെങ്കിൽ DM ആണ്. പിന്നെ റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം. റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇന്ത്യൻ ആർമിയിലെങ്ങാനും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ അച്ഛനോ അമ്മയോ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല. ക്ലിയർ? നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ്. അൺമാരിഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ വില്ലേജ് സർപ്പഞ്ച്. വില്ലേജ് സർപ്പഞ്ചിൽ നിന്ന് ലഭിക്കുന്ന അൺമാരിഡ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന അൺമാരിഡ് സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളെ 6 മാസമാണ്. എത്രയാണ്? 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടെ ഞാൻ പറഞ്ഞ ഡൊമസൈൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആ വാങ്ങുന്ന ആ ഒരു റിസിപ്റ്റിനകത്ത്, അതായത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ അതിനകത്ത് ലൈഫ് ലോങ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് 6 months അല്ലെങ്കിൽ 1 year സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോകാൻ നോക്കണം, പരമാവധി എല്ലാ കുട്ടികളും, കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്. ID പ്രൂഫായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഈ 2 ഡോക്യുമെൻറ്റും.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് മിനിമം 20 ഫോട്ടോ കോപ്പീസ്. 20 ഫോട്ടോ എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ 20 കോപ്പി ആണെങ്കിലും മതി. അല്ലെങ്കിൽ പുതിയ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. 20 ഫോട്ടോ തീർച്ചയായിട്ടും എല്ലാവരും കൊണ്ടുപോയിരിക്കണം. പാസ്പോർട്ട് സൈസാണ് കേട്ടോ കുട്ടികളെ, പാസ്പോർട്ട് സൈസാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് 2 കോപ്പീസ് ഓഫ് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കൊണ്ടുപോകണം. സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, പിന്നെ ITI സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണും. നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങളുടെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ട്. ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എന്തായാലും മെൻഷൻ ചെയ്ത് കാണും. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും കൊണ്ടുപോയിരിക്കണം. ക്ലിയർ? നെക്സ്റ്റ് ആണ് നോ ക്ലെയിം സർട്ടിഫിക്കറ്റ്. ഈ ഒരു നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡിനകത്ത് കാണും. ഇതിൻ്റെ ഫോർമാറ്റ് അതിനകത്തുണ്ട്. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് സിഗ്നേച്ചർ ചെയ്ത് കൊണ്ടുപോയാലും മതി. അത് പ്രിൻ്റ് എടുക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും കഫേയിൽ കൊടുത്തിട്ട് അത് റെഡിയാക്കണം പ്രോപ്പർ ഫോർമാറ്റിൽ. പിന്നെ അതിനകത്ത് സിഗ്നേച്ചർ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. പ്രിൻ്റ് എടുത്തിട്ട് പിന്നെ സിഗ്നേച്ചർ ചെയ്യണം കേട്ടോ. ഈ നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ കാണും ഇതിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് ആണ് PCC, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് അഫിഡവിറ്റ്. അഫിഡവിറ്റ് എല്ലാവരും റെഡിയാക്കിയിട്ട് തന്നെ പോകണം. അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അതിപ്പോഴല്ല, 2 months മുന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത്. നോട്ടിഫിക്കേഷൻ PDF അവിടെ അവൈലബിൾ ആണ്. പുതിയതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനകത്ത് തന്നെ ഈ അഫിഡവിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ പിന്നെ പ്രിൻ്റ് എടുത്തിട്ട് ഒരു വക്കീലിൻ്റെ കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അഫിഡവിറ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു വക്കീലിനെ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അതിൻ്റെ പ്രൊസസ്സർ ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അവർ പ്രോപ്പറായിട്ട് റെഡിയാക്കി തരുന്നതായിരിക്കും. അതിൻ്റെ ഫോർമാറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ റെഡിയാക്കിയിരിക്കണം. തീർച്ചയായിട്ടും റെഡിയാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകാവുള്ളൂ. ഒരു ഡോക്യുമെൻ്റ് പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ മാറ്റി നിർത്തും. അവർ മാറ്റി നിർത്തിയിട്ട് പറയും അങ്ങോട്ട് മാറി നിൽക്ക്, നീ പിന്നോടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അപ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ വരും, നമ്മുടെ കോൺഫിഡൻസ് പോവും. നിങ്ങൾ റണ്ണിങ് എന്തായാലും ചെയ്യിക്കും, പക്ഷേ നിങ്ങളുടെ ആ ഒരു ബോഡിയിലുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്യുമെൻ്റ് റെഡിയാക്കുക. ഇനിയും നിങ്ങളുടെ കയ്യിൽ ധാരാളം ടൈം ധാരാളമുണ്ട്. ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കാൻ തന്നെ 2 to 3 days മാത്രം മതി. അത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്താണ്, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണമെങ്കിൽ ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കിയിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികളെ 2026-27 SSCയുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ് കിട്ടും, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന September-October മന്തിലാണ്. നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ചില കുട്ടികൾ +2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സൊക്കെ എടുത്ത് പഠിച്ചവരുണ്ട്. അവർക്കൊന്നും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷുമായിട്ടൊന്നും അധികം കണക്ഷൻ ഇല്ല. അവർക്കെല്ലാവർക്കും നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ 2ാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്യും. ആ ഒരു ബാച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മലയാളത്തിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഫുൾ ക്ലാസ്സുകൾ പ്രോപ്പർ സിലബസ് അനുസരിച്ച് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് 2026-27 SSCGD ബാച്ചിലേക്ക്. എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 2027 February-March ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.